എനിമി ഇഷ്ടപ്പെടുന്നവർക്കും എനിമി ഇഷ്ടപ്പെടാൻ പോകുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും കഥയിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ വിരിയോൺ മുത്തശ്ശൻ എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ ടെസിയോട് ചോദിക്കുന്നുണ്ട്, ടെസിയ മുത്തശ്ശൻ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്? അപ്പോൾ ടെസിയ പറയുന്നുണ്ട്, മുത്തശ്ശനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അത് കൂടാൻ വേണ്ടി പോകുമായിരിക്കും. എന്നിട്ട് ടെസിയ ആർത്തറിന് ഒരു ബർഗർ കൊടുക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ടാക്കിയ ഈ ഭക്ഷണത്തിന് നീ എന്നോട് നന്ദി പറയണം. അപ്പൊ ആർത്തർ ആ ബർഗർ മേടിച്ചോണ്ട് പറയുന്നുണ്ട്, സുന്ദരി. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ടെസി അതുപോലെ ആർത്തറും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളിന്ന് വളരെ നേരം വൈകിയിരിക്കുന്നു. അപ്പൊ ആർത്തർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ടെസി പറയുന്നുണ്ട്, ഞാനിവന് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ എണീറ്റു. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി വാമപ്പിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. എന്നിട്ട് വിരിയോൺ മുത്തശ്ശൻ ആർത്തറും ടെസിക്കും ഓരോ സോഡ് വീതം കൊടുക്കുന്നു. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, എപ്പോഴത്തെയും പോലെ നന്ദി രാജകുമാരി ടെസിയ, സുന്ദരിയായ സ്ത്രീ. അപ്പൊ ടെസിയ പറയുന്നുണ്ട്, ഞാൻ നിന്നെ തോൽപ്പിക്കും ആർത്തർ. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ഇവർ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് വിരിയോൺ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായി. അങ്ങനെ അവരുടെ ഫൈറ്റ് ഒക്കെ കഴിയുന്നു. നമ്മുടെ ടെസിയാണെങ്കിൽ ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങാണ്. അപ്പൊ വിരിയോൺ മുത്തശ്ശൻ ആർത്തറിനോട് പറയുന്നുണ്ട്, നമുക്ക് ആദ്യം മാജിക്കിനെ കുറിച്ച് അവലോകനം ചെയ്യാം. ഒരാൾ അയാളുടെ മാനയെ അല്ലെങ്കിൽ മാജിക്കിനെ സ്ഥിരപ്പെടുത്തിയാൽ അയാൾക്ക് മാജിക്കിന്റെ എലമെന്റ്സിൽ ഒന്ന് ലഭിക്കും. ഫയർ, വാട്ടർ, വിൻഡ്, എർത്ത്, ഈ എലമെന്റ്സിൽ ഏതൊക്കെ പഠിക്കാൻ കഴിയുമെന്നത് നമ്മുടെ വംശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങൾ എൽവുകൾക്ക് വിൻഡിന്റെ എലമെന്റ് ആണുള്ളത്. ബാക്കിയുള്ളവർ വാട്ടറിന്റെയും എർത്തിന്റെയും എലമെന്റ്സിൽ മികച്ചവരാണ്. നേരെ മറിച്ച് ഡോർസ് ആണെങ്കിൽ അവർ എർത്തിന്റെയും ഫയറിന്റെയും എലമെന്റ്സിൽ മികച്ചതാണ്. മനുഷ്യർക്ക് 4 എലമെന്റ്സും കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ഓരോ എലിമെന്റിനും അതിൻ്റെതായ ബന്ധമുണ്ട്. ഒരു വ്യക്തിക്ക് ഒന്ന് മാത്രമേ ഉണ്ടാകൂ. അപൂർവ സന്ദർഭങ്ങളിൽ ഒരാൾക്ക് ഒന്നിലധികം എലമെന്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഒരു അപവാദമാണ്. അപ്പൊ ടെസിയ വിരിയോൺ മുത്തശ്ശനോട് പറയുന്നുണ്ട്, എനിക്കൊരു ചോദ്യമുണ്ട്. എന്നെ പോലെ ആർത്തർ മാജിക് ഉപയോഗിക്കുമ്പോൾ അവന്റെ ശരീരത്തെ പരിശീലിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, കാരണം അവൻ ദുർബലനാണ്. ആർത്തർ, നിന്റെ മാനാക്കോറിൽ ഒരു ബീസ്റ്റ് വില്ലുണ്ട്. അത് വളരെ വലുതാണ്. അത് നിന്റെ മാംസത്തിനും മാനോക്കോറിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥ നശിപ്പിക്കും. അതാണ് നിന്റെ വേദനയ്ക്ക് കാരണം. ആദ്യം നിന്റെ മാനയെ നിന്റെ ശരീരവുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ടെസി ആർത്തറെ നോക്കുന്നുണ്ട്. അപ്പൊ ആർത്തർ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്നെ അങ്ങനെ നോക്കുന്നത്? അപ്പൊ ടെസി പറയുന്നുണ്ട്, ഞാൻ നിന്നെ പരിശീലന സമയത്ത് തല്ലാറില്ലേ, അത് നിനക്ക് വേദനിക്കാറുണ്ടോ ആർത്തർ? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, പിന്നെ നീ അങ്ങനെ അടിക്കുമ്പോൾ ആർക്കായാലും വേദന വരും. അപ്പൊ രാജാവ് ചിന്തിക്കുന്നുണ്ട്, 10 വയസ്സുള്ളപ്പോൾ ഒരു എൽഫ് അവരുടെ മാന അവേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ടെസിയക്കാണെങ്കിൽ അവളുടെ 9ാമത്തെ വയസ്സിൽ തന്നെ മാന അവേക്കായി. ടെസി ഒരു കോൺജുറർ ആയതുകൊണ്ട് തന്നെ അന്നു മുതൽ അവൾ ഒരു അധ്യാപകന്റെ കീഴിൽ അവളുടെ മന്ത്രവാദ കഴിവുകൾ പരിശീലിക്കുകയും അതുപോലെ മുത്തശ്ശനിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പഠിക്കുകയും ചെയ്തു. അന്ന് തൊട്ടിട്ട് അവൾ എന്നോടൊപ്പം പരിശീലിക്കാൻ തുടങ്ങി. ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം വിരിയോൺ മുത്തശ്ശൻ ആർത്തറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ എനർജി ഒന്നും പോയിട്ടില്ലല്ലോ? അപ്പൊ ആർത്തർ ഇല്ലാന്ന് പറയുന്നു. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരി, നിന്റെ ശരീരത്തിനുള്ളിലുള്ള ബീസ്റ്റ് വില്ലിനെ ഉണർത്താനുള്ള സമയമായി. ഇതിൽ നമ്മൾ വിജയിച്ചാൽ നിനക്ക് പിന്നെ ആ വേദന ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. നീ ഒരു യഥാർത്ഥ ബീസ്റ്റ് ടാമറായി മാറും. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ദയവായി ചെയ്യൂ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്റെ മാനയുടെ വലിയൊരു അളവ് ചേർത്ത് നിന്റെ മാനോക്കോർ ഞാൻ ജ്വലിപ്പിക്കാൻ പോകുന്നു. അപ്പൊ ടെസിയ ചോദിക്കുന്നുണ്ട്, അത് സേഫ് ആണോ? ആർത്തറിനൊന്നും പറ്റില്ലല്ലോ? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല, അവനൊരു ചെറിയ ചൂട് അനുഭവപ്പെടും, പക്ഷെ അത് വലിയ കാര്യമല്ല. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ തയ്യാറാണ്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാലിതാ ഞാൻ തുടങ്ങുന്നു. എന്നിട്ട് മുത്തശ്ശന്റെ മാന ഉപയോഗിച്ചുകൊണ്ട് ആർത്തറിന്റെ മാനോക്കോർ ജ്വലിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആർത്തർ വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അവന്റെ മാനോക്കോറിന്ന് വരുന്ന ശക്തിയില് മുത്തശ്ശനും അതുപോലെ ടെസിയും തെറിച്ചു വീഴുന്നു. അവസാനം നമ്മുടെ ആർത്തറും തെറിച്ച് നിലത്തേക്ക് വീഴുന്നു. ആർത്തി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടെസിയ അവന്റെ അടുത്ത് കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആർത്തർ നിലത്ത് വീണെടുക്കുമ്പോ അവന്റെ കണ്ണിന്റെ അവിടെ ഒരു മഞ്ഞ പാട് കാണുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോകുന്നു. ആ സീൻ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആർത്തർ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. ഇപ്പൊ അവൻ കൊട്ടാരത്തിലാണുള്ളത്. അവന്റെ മുമ്പിൽ വിരിയോൺ മുത്തശ്ശൻ നിൽക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിപ്പോ കുഴപ്പമില്ല. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ ബീസ്റ്റ് വില്ല് ഉപയോഗിച്ചിട്ട് വല്ല പരിചയമുണ്ടോ? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, അതൊരു ബീസ്റ്റ് അല്ല, അതൊരു ഡ്രാഗനായിരുന്നു. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് ഡ്രാഗനോ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അല്ല, ഇതാണ് സത്യം. നീ ഈ കാര്യം ആരോടും പറയരുത്. ഡ്രാഗൺ വില്ല് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ ആർത്തർ ഓക്കെ എന്ന് പറയുന്നു. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി 4 മാസത്തിനുള്ളിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, എന്ത്? എനിക്ക് 2 വർഷം കൂടി ഇവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ വിരിയോൺ മുത്തശ്ശൻ പറയുന്നുണ്ട്, 3 രാജ്യങ്ങളിലെ യുവാക്കളുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആരംഭിച്ചെന്ന് തോന്നുന്നു. കൾച്ചറൽ എക്സ്ചേഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കിങ്ഡംസിലെയും യുവാക്കൾ മാത്രം ഒത്തുചേരുന്ന ഒരു പരിപാടിയാണ്. സോ ഈ
സമയത്ത് സാപ്പിൻ കിണ്ടത്തിലെ നഗരമായ സൈറക്സ് സിറ്റിയിലേക്കുള്ള പോർട്ടലുകൾ തുറന്നിരിക്കും. അപ്പൊ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സോ ഈ മീറ്റിംഗ് കൂടാനാണല്ലേ മുത്തശ്ശൻ അന്നാൾ പോയത്. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, നീ വീണ്ടും നിന്റെ മാതാപിതാക്കളെ കാണാൻ പോവുകയാണ്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, പക്ഷേ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പൊ നീ ഉറങ്ങ്, നാളെ മുതൽ ഞാൻ നിന്നെ കൂടുതൽ പരിശീലിപ്പിക്കാം. അപ്പൊ ആർത്തർ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഈ കാര്യമൊക്കെ ടെസ്സിനോട് പറഞ്ഞോ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനിത് അവരോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോകുന്നു. അപ്പൊ ആർത്തർ കിടക്കാൻ നേരത്ത് ചിന്തിക്കുന്നുണ്ട്, ഇനി 4 മാസം കൂടിയേ ഉള്ളൂ. അപ്പൊ അവൻ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവൻ നോക്കുമ്പോ അവന് സിൽവിയെ നൽകിയ സമ്മാനം പൊട്ടുന്നുണ്ട്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, സിൽവിയെ നൽകിയ സമ്മാനം അതൊരു മുട്ടയാണല്ലേ. പെട്ടെന്ന് തന്നെ ആ മുട്ട വിരിഞ്ഞ് അതിന്നൊരു ഡ്രാഗന്റെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ആർത്തർ ആ ഡ്രാഗൻ കുട്ടീനെ എടുക്കുന്നു. എന്നിട്ട് അവൻ റൈറ്റിലേക്ക് തലയിരിക്കുമ്പോ ആ ഡ്രാഗനും റൈറ്റിലേക്ക് തലയിരിക്കുന്നു. അവൻ ലെഫ്റ്റിലേക്ക് തലയിരിക്കുമ്പോ ആ ഡ്രാഗനും ലെഫ്റ്റിലേക്ക് തലയിരിക്കുന്നു. അപ്പൊ ആർത്തർ ആ ഡ്രാഗനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു ഡ്രാഗൻ ആണല്ലേ. അപ്പൊ ആ ഡ്രാഗൻ ക്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, എന്ത് ക്യൂട്ടാണ് നിന്നെ കാണാൻ. അപ്പോഴാ ഡ്രാഗൻ നമ്മുടെ ആർത്തറിന്റെ കൈ കടിക്കുന്നു. ആ കടിച്ച ഭാഗത്ത് ഒരു ടാറ്റു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ ഡ്രാഗൻ ക്യൂ ക്യൂ എന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആർത്തർ അവന്റെ മൈൻഡില് മമ്മ മമ്മ എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവൻ ചുറ്റിലും നോക്കുന്നുണ്ട്, ആരാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ഡ്രാഗനെ നോക്കി പറയുന്നുണ്ട്, ആ അത് നീയാണല്ലേ, നിനക്ക് എന്റെ മൈൻഡിലൂടെ സംസാരിക്കാൻ കഴിയുമല്ലേ. അപ്പോഴാ ഡ്രാഗൻ പിന്നെയും ക്യൂ എന്ന് പറയുന്നു. നമ്മൾ കേൾക്കുന്നത് ഈ സൗണ്ട് ആണെങ്കിലും നമ്മുടെ ആർത്തറിന്റെ മൈൻഡില് ഇതിന്റെ അർത്ഥം മമ്മ എന്നാണ്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഞാനൊരാണല്ലേ, അതുകൊണ്ട് തന്നെ പപ്പ എന്ന് വിളിക്ക്. അപ്പോഴാ ഡ്രാഗൻ നമ്മുടെ ആർത്തറിനെ പപ്പ എന്ന് വിളിക്കുന്നു. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, നിനക്ക് എന്ത് പേരാ ഞാൻ ഇടുക, നിനക്ക് നിന്റെ അമ്മയുടെ പേരിന് സാമ്യമുള്ള ഒരു പേരിട്ടാലോ. നിന്റെ അമ്മയുടെ പേര് സിൽവിയ, അതുകൊണ്ട് ഞാൻ നിന്നെ സിൽവി എന്ന് വിളിക്കാം. അപ്പൊ ആ ഡ്രാഗൻ തുള്ളി ചാടുന്നുണ്ട്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഈ പേര് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മുടെ രാജാവ് ആ ടാറ്റു നോക്കി ചിന്തിക്കുന്നുണ്ട്, ഈ ടാറ്റുവിന് എന്തോ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ തന്നെ ഒരു അച്ഛനായി എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങുന്നു. അപ്പൊ നമ്മുടെ സിൽവി അവന്റെ അടുത്ത് തന്നെ വന്ന് കിടന്നുറങ്ങുന്നു. സോ അങ്ങനെ സമയം രാവിലെ ആയിരിക്കുന്നു. എന്നത്തെ പോലെ നമ്മുടെ ടെസിയ ആർത്തറിനെ വിളിച്ചുണർത്താൻ വരുന്നുണ്ട്. എന്നിട്ട് അവൾ ആ പുതപ്പ് മാറ്റുമ്പോൾ നമ്മുടെ സിൽവിനെ കാണുന്നു. പെട്ടെന്ന് തന്നെ അവൾ നിലവിളിക്കുന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ടല്ല, മറിച്ച് സിൽവിയെ കണ്ട സന്തോഷത്തിലാണ്. അപ്പൊ നമ്മുടെ ആർത്തർ ഈ സൗണ്ട് ഒക്കെ കേട്ട് ഞെട്ടി ഉണരുന്നുണ്ട്. അപ്പൊ ടെസിയ പറയുന്നുണ്ട്, എന്ത് രസമാണ് ഇതിന് കാണാൻ. അപ്പൊ നമ്മുടെ സിൽവി ആണെങ്കിൽ ആർത്തറിന്റെ മൈൻഡിൽ പറയുന്നുണ്ട്, പപ്പ എന്നെ രക്ഷിക്ക് രക്ഷിക്ക്. നമ്മുടെ ആർത്തർ അതൊന്നും കേൾക്കാതെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കിടക്കുന്നു. സോ ഇനി നമുക്ക് ഇതിന്റെ മാങ്കേക്കൊന്ന് ചെറുതായി കടന്നാലോ. അപ്പൊ നമ്മുടെ ആർത്തർ എല്ലാ കാര്യവും ടെസിയോട് പറയുന്നു. അപ്പൊ ടെസിയ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് സിൽവിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമല്ലേ. നീ വളരെ ഭാഗ്യവാനാണ്. എനിക്ക് സിൽവിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവൾക്കും എന്നെ ഇഷ്ടപ്പെട്ടേനെ. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, അതിന് നീ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ അവളൊരു വേട്ടക്കാരനെ പോലെ നോക്കാതിരുന്നാ മതി, അവൾ നിന്നെ തന്നെ ഇഷ്ടപ്പെട്ടോളൂ. സോ ഇനി നമുക്ക് എനിമിയിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ ആർത്തറും ടെസിയയും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെസിയാണെങ്കിൽ സിൽവിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് പറയുന്നുണ്ട്, സിൽവി ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കടിക്കില്ല. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഇരയെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരനെ പോലെ പെരുമാറുന്നത് നീ എന്താണ് നിർത്താത്തത് ടെസിയ. സോ അത് കഴിഞ്ഞ് ഇവര് വിരിയോൺ മുത്തശ്ശന്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെസിയ പറയുന്നുണ്ട്, നോക്കും മുത്തശ്ശ, നമ്മുടെ ആർത്തറിന്റെ പുതിയ പെറ്റിനെ. നമ്മുടെ വിരിയോൺ മുത്തശ്ശനാണെങ്കിൽ ആ ഡ്രാഗനെ കണ്ടപ്പോ തന്നെ ഞെട്ടി പറയുന്നുണ്ട്, എന്താണിത്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഇതൊരു ഡ്രാഗനാണെന്നാ തോന്നുന്നത്. അപ്പൊ വിരിയോൺ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെന്റെ ഹൃദയത്തിന് ദോഷകരമാണ്, ഇത്രയും വലിയ ഞെട്ടലിൽ നിന്ന് ഞാൻ വേഗത്തിൽ മരിക്കും. അപ്പൊ നമ്മുടെ ആർത്തറിന്റെ കയ്യിൽ നിന്ന് ആ ഡ്രാഗൻ താഴേക്ക് വീഴുന്നു. അപ്പൊ നമ്മുടെ ടെസിയ പറയുന്നുണ്ട്, പ്ലീസ് ഞാൻ നിന്നൊന്ന് തൊട്ടോട്ടെ. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് സിൽവിയ നൽകിയ സമ്മാനത്തിൽ നിന്ന് വിരിഞ്ഞു വന്നതാണല്ലേ. അപ്പൊ ആർത്തർ അതേന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിക്കും ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ പെറ്റ് എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകതരം മാന ബീസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആർത്തർ ഓക്കെ എന്ന് പറയുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് നിന്റെ ഇന്നത്തെ പരിശീലനത്തെ കുറിച്ച് പറയാം. ഇപ്പോൾ നീ ഒരു ബീസ്റ്റ് ടാമറായി മാറിയിരിക്കുന്നു. ഇനി നിന്റെ മാനാക്കോറിനും അതുപോലെ ബീസ്റ്റ് കോറിനും പരിശീലനം നൽകണം. അവയ്ക്ക് പരിശീലനം നൽകാൻ ഫൈറ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഫലപ്രദമായ ഒരു മാർഗം വേറെയില്ല. അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശന്റെ മാൻ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആർത്തർ ആ രൂപം കണ്ട് പേടിക്കുന്നു. എന്നിട്ട് നമ്മുടെ മുത്തശ്ശന്റെ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആർത്തറിന്റെ പിന്നി വന്ന് അവനെ തൊടുന്നു. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നു. അപ്പൊ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മുത്തശ്ശൻ എവിടേക്കാണ് പോയത്. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ തോറ്റു. അപ്പൊ വിരിയോൺ മുത്തശ്ശൻ അവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഈ രൂപം കണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ആർത്തർ വിരിയോൺ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശന്റെ ചലനങ്ങൾ മികച്ചതായിരുന്നു, എനിക്ക് മുത്തശ്ശന്റെ സാന്നിധ്യം ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനിപ്പോ കാണിച്ചതാണ് ഷാഡോ പാന്തർ. ഷാഡോ പാന്തറിന് കാറ്റിനെയും ശബ്ദത്തെയും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും.
ഇതൊരു ഉയർന്ന മാജിക്കാണ്. ഉയർന്ന മാജിക്കോ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പക്ഷേ ഇതിനൊരു ബലഹീനതയുണ്ട്. ഇതെൻ്റെ ഊർജ്ജത്തെ വളരെയധികം ചോർത്തുന്നു. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട്, ശരി, അത് മതി ഭീഷണിപ്പെടുത്തൽ. ഇനി നമുക്ക് യഥാർത്ഥ പരിശീലനത്തിലേക്ക് കടക്കാം. സോ ആ സീൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ എൻ്റെ ബീസ്റ്റ് പവേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ബീസ്റ്റ് വില്ലിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ നെഞ്ചിലെ വേദന പിന്നീട് ഉണ്ടായിട്ടില്ല. എൻ്റെ ശരീരം വളരെയധികം പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരമായ പരിശീലനത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ വിശ്രമ സമയം ഞാനൊരു സാധാരണ കുട്ടിയെപ്പോലെ ചെലവഴിച്ചു. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം എലിനോറിലൊരു ടൗണാണ് കാണിക്കുന്നത്. അതിലൂടെ നമ്മുടെ ആർത്തറും ടെസിയും നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഫെയറിത്ത് പിന്നെ നമ്മുടെ ആർത്തറിനെ തട്ടുന്നു. അപ്പം നമ്മുടെ ആർത്തർ സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫെയറിത്ത് പറയുന്നുണ്ട്, ആരാണ് ഇവിടെ ഉള്ളതെന്ന് നോക്ക്, മനുഷ്യബാലനായ ആർത്തർ. അപ്പം നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അപ്പോൾ ഫെയറിത്ത് പറയുന്നുണ്ട്, നിനക്കെന്നെ മനസ്സിലായില്ലടാ, നീ ഒരു പ്രഭുവിനെ ഒരു ഫൈറ്റിൽ തോൽപ്പിച്ചിരുന്നില്ലേ, ആ പ്രഭു ഞാനാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഓർമ്മിപ്പിച്ചു തരാം. ഒരു ഫൈറ്റിനോട് സമയമായി ആർത്തർ എന്നവൻ പറഞ്ഞിരിക്കുമ്പോഴത്തേനും വെട്ടിയിട്ട വാഴ്ത്തണ്ട് പോലെ നമ്മുടെ ഫെയറിത്ത് താഴെ കിടക്കുന്നു. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ഒരു കുട്ടി പറയുന്നുണ്ട്, ഇവൻ പിന്നെയും തോറ്റല്ലോ. അപ്പോൾ അവളുടെ അടുത്തിരിക്കുന്ന ആ കുട്ടി പറയുന്നുണ്ട്, എത്ര പെട്ടെന്ന് അവൻ തോറ്റത്. അപ്പോൾ നമ്മുടെ ടെസി ആർത്തറിനോട് പറയുന്നുണ്ട്, ഇവൻ്റെ പേര് ഫെയറിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ തോളി കൈ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ, നിന്നെ പിന്നെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഫെയറിത്ത്. എന്നിട്ട് നമ്മുടെ ആർത്തർ ഫെയറിത്തിന് കൈ കൊടുക്കുന്നു. നമ്മുടെ ഫെയറിത്താണെങ്കിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവന് തിരിച്ചും കൈ കൊടുക്കുന്നു. അപ്പോഴാ പെൺകുട്ടി പറയുന്നുണ്ട്, നീ ശരിക്കും അവനോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അല്ലേ? എങ്കിൽ നിനക്ക് ഇന്ന് തൊട്ടിട്ട് അവനെ ഫെയ് എന്ന് വിളിക്കാം. അവൻ്റെ സുഹൃത്തുക്കൾ അവൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫെയറിത്ത് പറയുന്നുണ്ട്, നീ എന്തിനാ ഈ കാര്യമൊക്കെ അവനോട് പറയുന്നത്? അപ്പോൾ ആർത്തർ ഫെയറിത്തിനോട് ചോദിക്കുന്നുണ്ട്, 3 രാജ്യങ്ങളിലെ യുവാക്കളുടെ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ? അപ്പോൾ ഫെയറിത്ത് പറയുന്നുണ്ട്, തീർച്ചയായും, ഞങ്ങളെ ഗുഡ്വിൽ അംബാസഡർമാരായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഫെയറിത്തിൻ്റെ ഒപ്പമുള്ള ഒരു ആൺകുട്ടി പറയുന്നുണ്ട്, ഉയർന്ന സാമൂഹിക പദവിയുള്ള കുട്ടികളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ആർത്തർ ടെസിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയും പോകുന്നുണ്ടോ ടെസ്? അപ്പോൾ ഫെയറിത്ത് പറയുന്നുണ്ട്, ദുർബലയായ രാജകുമാരിയെ വീണ്ടും വഴിതെറ്റിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ടെസിയ പറയുന്നുണ്ട്, ദുർബലയോ? ഞാൻ നിനക്ക് ദുർബലയായി തോന്നുന്നുണ്ടോ? എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെസിയ ഫെയറത്തിനൊരു പഞ്ച് കൊടുക്കുന്നു. അവൻ പമ്പരം പോലെ കറങ്ങിയിട്ട് താഴേക്ക് തന്നെ വീഴുന്നു. അപ്പം നമ്മുടെ ആർത്തർ ടെസിയ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഒരു രാജകുമാരി അവരുടെ പ്രജയെ തല്ലാൻ പാടില്ല. നീ ഇനിയെങ്കിലും ഒരു രാജകുമാരിയെ പോലെ പെരുമാറണം. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പാസ്റ്റിലാണെങ്കിൽ എനിക്ക് കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ടെസിയ പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോവല്ലേ? നിനക്ക് ബാക്കിയുള്ളവരുടെ കൂടെ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് നീ ഇത്ര പെട്ടെന്ന് എൻ്റെ അച്ഛനെ പോലെ ദേഷ്യപ്പെടുന്നത്? നീ ഒരു വൃദ്ധനാണ് ആർത്തർ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടുന്നു. സോ ആ സീൻ കട്ട് ചെയ്തതിന് ശേഷം അന്ന് രാത്രി നമ്മുടെ ടെസിയ അവളുടെ റൂമിലിരുന്നുകൊണ്ട് കരയാണ്. അപ്പോൾ അവളുടെ റൂമിലെ ജനലിലൂടെ കുറേ മിന്നാമിന്നികൾ അകത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസിയ ചോദിക്കുന്നുണ്ട്, ആരാണത്? ആർത്തിയാണോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതെ, നമുക്ക് കുറച്ചു നേരം കാട്ടിലേക്ക് പോയാലോ? എന്നിട്ട് അവൻ ഒരു മിന്നാമിന്നി എടുത്തുകൊണ്ട് ടെസിയുടെ കാതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസിയ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും രാത്രി ആ കാട്ടിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ ടെസിയ ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മളോട് ഇങ്ങോട്ട് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, വല്ല കിഡ്നാപ്പേഴ്സിനെ കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഓടാം. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടെസിയെ രക്ഷിച്ച ആ കുറുക്കന്മാരെ കാണുന്നുണ്ട്. അപ്പോൾ ടെസിയ പറയുന്നുണ്ട്, അവരെല്ലാം നല്ല ആരോഗ്യത്തോടുണ്ട്. സോ അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു മലയുടെ മുകളിൽ തീയൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസിയൊക്കെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. അപ്പോൾ ടെസിയ ഉണർന്നിരിക്കുന്നത് പോലെ നടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എന്നിട്ട് വീണ്ടും അവൾ ഉറക്കം തൂങ്ങുന്നു. അപ്പോൾ നമ്മുടെ ടെസിയ ഒരു ഭീകര രൂപം കണ്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും പ്രേതത്തോടുള്ള പേടി മാറിയിട്ടില്ല അല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് പ്രേതത്തിന് പേടിയൊന്നുമില്ല. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, പിന്നെന്താ നിന്റെ കൈ വെറുതെ വിറയ്ക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെനിക്ക് തണുത്തിട്ട് കൈ വിറയ്ക്കുന്നതാണ്. എന്നിട്ട് അവൾ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ഹ്യൂമൻസിന്റെ കിങ്ഡം എങ്ങനെയുള്ള സ്ഥലമാണ്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്കും നല്ല രീതിയിൽ അറിയില്ല. അപ്പോൾ ടെസിയ പറയുന്നുണ്ട്, നീ ഇവിടെ എന്നും താമസിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആർത്തർ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, പക്ഷെ അതിനർത്ഥം. അപ്പോഴേക്കും നമ്മുടെ ടെസി ഉറങ്ങുന്നു. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവന് സിൽവിയെ നൽകിയ ആ തൂവല് അവൻ്റെ കയ്യിൽ കെട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നമ്മുടെ വിരിയോൺ മുത്തച്ഛൻ ആർത്തറിന് ഒരു കോമ്പസ് സമ്മാനമായിട്ട് നൽകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിന്റെ വഴി തെറ്റില്ല. ഈ കോമ്പസിൽ എറാലിത്ത് കുടുംബത്തിൻ്റെ ചിഹ്നം പതിച്ചിട്ടുണ്ട്. നീ വീണ്ടും ഈ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിന്നെ സഹായിക്കും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നന്ദി മുത്തശ്ശ. അപ്പോൾ വിരിയോൺ മുത്തച്ഛൻ ആർത്തറിനോട് സ്വകാര്യത്തിൽ പറയുന്നുണ്ട്, ആർത്തർ, രാത്രിയിൽ അധികം പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതിനോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വിരിയോൺ മുത്തച്ഛൻ ആർത്തറിൻ്റെ തലയിൽ തലോടുന്നു. എന്നിട്ട് നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, ടെസ് എവിടെ പോയി? സോ അതിനുശേഷം സൈറസ് സിറ്റിയിലേക്കുള്ള ആ പോർട്ടൽ തുറക്കുന്നുണ്ട്. സോ ആ സമയത്ത് അവിടേക്ക് ആർത്തി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ടെസ്സി ഓടി വരുന്നു.
അവൾ ഓടി വരുമ്പോൾ അവിടെ വീഴുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ ടെസ്സിയക്ക് കൈ കൊടുക്കുന്നു. അപ്പോൾ ടെസ്സിയ പറയുന്നുണ്ട്, ആർത്തർ നീ ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കണം കേട്ടോ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ ആർത്തർ അവളെ കെട്ടിപ്പിടിച്ചോണ്ട് പറയുന്നുണ്ട്, ടെസ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാനും നിന്നെ മിസ് ചെയ്യും ആർത്തി. അതിനുശേഷം ആ വാതിൽ മുഴുവനായി തുറക്കുന്നു. അവർ ആ പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് സൈറസ് സിറ്റിയിലേക്ക് എത്തുന്നു. സൈറസ് സിറ്റി വായുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആർത്തർ അവിടെ എത്തിയതിന് ശേഷം ഫെയറത്തിന് ചാറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അവൻ അവൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതാണല്ലേ ഫ്ലോട്ടിംഗ് സിറ്റി ഓഫ് സൈറസ്. അങ്ങനെ അവസാനം അവൻ അവൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവസാനം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വീണ്ടും കാണാൻ പോകുന്നു. എന്നിട്ട് അവൻ അവിടുത്തെ വാതിലും മുട്ടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൊച്ചനിയത്തി ആ ഡോർ തുറക്കുന്നു. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, എലനോർ നമ്മളിപ്പോഴും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലീസ് റെയ്നോൾഡ് അങ്ങോട്ട് വരുമ്പോൾ അവർ നമ്മുടെ ആർത്തറിനെ കാണുന്നു. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചെത്തി. അപ്പോൾ റെയ്നോൾഡും ആലീസും ആർത്തറിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 7ാമത്തെ എപ്പിസോഡ് കഴിയാണ്. സോ ഇനി എന്തായാലും 8ാമത്തെ എപ്പിസോഡിൽ കാണാം.